ഹായ് എവ്രി വൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമായ ദുബായ് ഫ്രെയിമിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ദുബായ് ഫ്രെയിമിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 150 മീറ്റർ ഹൈറ്റും 95 മീറ്റർ വീതിയുമുള്ള ദുബായ് ഫ്രെയിം മെയിനായി ഒബ്സർവേറ്ററി ആയിട്ടാണ് നമുക്ക് അവർ സെർവ് ചെയ്യുന്നത്. 230 മില്യൺ AED കോസ്റ്റ് വരുന്ന ഈ ഒരു ബിൽഡിങ് 2013 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 2018 ജനുവരി 1 ഓപ്പൺ ചെയ്തത്. റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ചെറിയ ബിൽഡിംഗായി തോന്നുമെങ്കിലും ഇതൊരു പടുകൂറ്റൻ ബിൽഡിംഗാണ്. ദുബായിലുള്ള സെബിൽ പാർക്കിനകത്താണ് ദുബായ് ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് വിസിറ്റേഴ്സിന് വേണ്ടി ദുബായ് ഫ്രെയിം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അഡൾട്ട്സിന് 52 ദിർഹംസും 3 to 12 വരെയുള്ളവർക്ക് 21 ദിർഹംസും അണ്ടർ 3 ഇയേഴ്സിന് ഫ്രീയുമാണ്. നമ്മൾ 3 ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ്, പ്രെയർ റൂം, വാട്ടർ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ ഒരു ഫുട്പാത്തിലൂടെ ഫ്രെയിമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസിലേക്ക് നമുക്ക് നടന്നു പോകാം. ഫ്രെയിമിൻ്റെ മുൻഭാഗത്തായിട്ട് വാട്ടർ ഫൗണ്ടെയിനും ഗാർഡനും എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ്, ഫോട്ടോസ് എല്ലാം ഫ്രെയിമിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഗോൾഡൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഈ ഒരു ഫ്രെയിം മുഴുവനായി കവർ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു ബിൽഡിങ്ങിനെ ഏറ്റവും അധികം ഗ്ലേസിങ് കൊടുക്കാനുള്ള കാരണം. പുറത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാം. ഇതിൻ്റെ അകത്ത് നീണ്ട ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ വെച്ച് അവർ ഫ്രീ ആയിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തു തരുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് കയറിയാണ് നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. ദുബായിയുടെ പഴയകാല ചരിത്രമാണ് ഈ ഒരു മ്യൂസിയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൾട്ടിമീഡിയ വഴിയുള്ള ഈ ഒരു എക്സിബിഷൻ നമുക്ക് ദുബായിയുടെ ഹിസ്റ്ററിയും കൾച്ചറും മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മ്യൂസിയത്തിനകത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനി കാണാം. ഒരു പഴയകാല അറബ് വില്ലേജാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളും കടകളും പണ്ടുകാലത്തെ ഉപയോഗിച്ച സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ജനലുകൾ വഴി അകത്തേക്ക് നോക്കിയാൽ ഒരുപാട് കാലം മുന്നേയുള്ള ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ജനൽ വഴിയും ഓരോ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പഴയ കാലത്തുള്ള ഒരു തുണിക്കടയാണിത്. ഇവിടെ കച്ചവടം ചെയ്യുന്ന അറബിയെയും നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഭാഗത്ത് സ്പൈസസിൻ്റെ കട. ഇവിടെയും മൾട്ടിമീഡിയ വഴി നമുക്ക് കച്ചവടം ചെയ്യുന്ന അറബ്സിനെ കാണാൻ പറ്റും. മൊത്തത്തിലൊരു ഓൾഡ് അറബ് ലുക്കാണ് അവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആയിരത്തി 1960 പഴയ ദുബായിയുടെ ഒരു മാപ്പാണ് അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദുബായിയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ വളർച്ചയും നമുക്ക് ഈ ഒരു മെഷീനിലൂടെ കാണാൻ പറ്റും.
കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് നടന്നാൽ നമ്മൾ ഒരു ലിഫ്റ്റിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഈ ഒരു ലിഫ്റ്റ് വഴിയാണ് നമ്മൾ ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് പോകുന്നത്. സെക്കൻഡുകൾ കൊണ്ടാണ് ഇത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് നമ്മൾ ഈ ഒരു ലിഫ്റ്റ് വഴി എത്തിയിട്ടുള്ളത്. ഈ ഒരു ലിഫ്റ്റ് വഴി നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ പുറത്തെ മനോഹരമായ കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഒരു ഗ്ലാസ് ഫ്ലോറിലേക്കാണ്. ഇതാണ് ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 150 മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെയുള്ള മുഴുവൻ കാഴ്ചകളും ഈ ഒരു ഗ്ലാസ്സിലൂടെ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു പേടിയുണ്ടെങ്കിലും ഐസനെല്ലാം ഇതിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ദുബായിയുടെ 2 കാലഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഫ്രെയിമിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് നമുക്ക് ഓൾഡ് ദുബായ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഓൾഡ് ദുബായ്. ഈ ഒരു ഭാഗത്ത് വലിയ ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ചെറിയ ബിൽഡിങ് മാത്രമാണുള്ളത്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഓപ്പോസിറ്റ് സൈഡ് സൗത്ത് ഭാഗത്തായിട്ടാണ് നമുക്ക് ന്യൂ ഇയർ ദുബായിയെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ബുർജ് ഖലീഫ പോലെയുള്ള വലിയ വലിയ ബിൽഡിങ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ നിന്നും കിട്ടുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ടീ ഷോപ്പുമുണ്ട്. ഇവിടെ ചെറിയ സ്നാക്സും മറ്റും നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു മെഷീനിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപം സെലക്ട് ചെയ്ത് കൊടുത്താൽ ഗോൾഡ് കളേർഡ് ആയിട്ടുള്ള കോയിൻസിൽ നമുക്ക് ആ ഒരു രൂപം പ്രിൻറ്റ് ചെയ്ത് തരും. ഇതിന് വേണ്ടിയിട്ട് 10 ദിർഹംസ് ആണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിനകത്തേക്ക് എൻ്റർ ചെയ്ത ലിഫ്റ്റിലൂടെ ആയിരിക്കില്ല നമ്മൾ തിരിച്ച് താഴേക്ക് പോകുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലിഫ്റ്റിലൂടെ ആയിരിക്കും നമ്മൾ താഴേക്ക് പോകുന്നത്. അവിടെയും നമുക്ക് കാണാൻ ഒരുപാട് അടിപൊളി വ്യൂസാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഫ്രെയിം കൺസ്ട്രക്റ്റ് ചെയ്തതിൻ്റെയും അതിൻ്റെ ഇനാഗുറേഷൻ്റെയും വീഡിയോസ് എല്ലാമാണ് ഈ ഒരു വോളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു. ഈ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അവരെടുത്ത ഫോട്ടോ നമുക്ക് തരുന്നത്. അതിന് പേയ്മെൻറ്റ് വേറെ ചെയ്യണം. ഏറ്റവും താഴെ തട്ടിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് സുവനീർ ഷോപ്പ് കാണാം. ഇവിടെ ഒരുപാട് ദുബായ് ഫ്രെയിമിൻ്റെ സുവനീർസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ കാണാൻ പറ്റും. ഡേ ടൈമിൽ ഇത് വർക്കിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് നൈറ്റ് ടൈമിലാണ് അവർ മ്യൂസിക്കും ലൈറ്റും എല്ലാം ഇട്ട് ഫൗണ്ടൈൻ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലും അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.